എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇത് 2026 മെയ് 30 എനിക്ക് 56 വയസ്സ് പൂർത്തിയായി. അങ്ങനെ എൻ്റെ 17 വർഷത്തെ സർവീസ് ജീവിതം അവസാനിച്ചു. ഞാൻ വിരമിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ കഴിഞ്ഞ 17 വർഷം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വളരെയധികം സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു. പക്ഷെ കഴിഞ്ഞ 30 മുതൽ ഞാൻ വിരമിച്ചതിന് ശേഷം വല്ലാത്ത ടെൻഷനുണ്ട് എനിക്ക്. മറ്റൊന്നും കൊണ്ടല്ല, റൊട്ടീനായി ചെയ്തു വന്ന കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ 17 വർഷം ചെയ്തുകൊണ്ട് വന്ന കാര്യങ്ങൾ ഇന്ന് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു വിഷമം അതെല്ലാവർക്കും ഉണ്ടാവും, അല്ലേ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം നമ്മൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന വീട്ടിൽ നിന്നോ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടി മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴോ, വില കിട്ടിയിട്ടാണെങ്കിൽ പോലും നമുക്കത് കൊടുത്തു കഴിയുമ്പോൾ ഒരു വിഷമമുണ്ടാവും, അല്ലേ? നമ്മൾ ഒരു വളർത്തുമൃഗത്തെ ആണെങ്കിൽ പോലും നമ്മൾ കാശ് അത്യാവശ്യം വരുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വിഷമമുണ്ടാവും എന്ന് പറഞ്ഞ പോലൊരു വിഷമം എൻ്റെ മനസ്സിലുമുണ്ട്. അപ്പോൾ കഴിഞ്ഞു പോകുന്ന നാളുകളിൽ എനിക്ക് എന്തെല്ലാം ഒക്കെ ഓഫീസിൽ നിന്നും കിട്ടി, അല്ലെങ്കിൽ ഞാൻ ഏതൊക്കെ ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ ആ ഓഫീസിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് മൊമെൻറ്റോകളും പ്രശംസകളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്നെക്കുറിച്ച് പത്രവാർത്ത പോലും വന്നിട്ടുണ്ട്. പ്രകാശം പരത്തുന്ന രാമൻകുട്ടി എന്ന് പറഞ്ഞ് മാതൃഭൂമിയിൽ ഒരു വാർത്ത വന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ആ പത്രത്തിൽ വന്ന വാർത്തയൊക്കെ വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കരുതുന്നു. സാധാരണ ഒരു എംപ്ലോയിക്ക് അങ്ങനെയൊന്നും വാർത്തകൾ വരാറില്ല. ഒരു നെഗറ്റീവ് വാർത്തയൊക്കെ ചിലപ്പോൾ ഒരു എംപ്ലോയിയെ സംബന്ധിച്ച് വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ എനിക്ക് കുറേ ഈ ഇരിക്കുന്നതെല്ലാം എനിക്ക് കിട്ടിയ അംഗീകാരങ്ങളാണ്. ഇത് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. എങ്ങനെയാണ് ഇത് കിട്ടിയത് എന്നൊക്കെ ഒന്ന് പറയാം. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തന്ന ഒരു അനുമോദന കത്താണ്. അതുപോലെ മറ്റ് ഒരു മൊമെൻറ്റം എനിക്ക് കിട്ടിയിരുന്നു. ഇത് 2018 നമുക്ക് പ്രളയമുണ്ടായിരുന്നൊരു കാലത്ത് ഞാൻ ഏറ്റവും നന്നായിട്ട് ഈ പ്രളയ സമയത്ത് നമ്മുടെ സുരക്ഷ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ആളുകൾക്ക് വൈദ്യുതി എത്തിച്ചു കൊടുത്തതിന് ഏറ്റവും നല്ല ഒരു അപ്രിസിയേഷൻ എനിക്ക് ഒരു മെമ്മോൻറ്റോ തന്നു. അതാണിത്. പിന്നീട് ഞാൻ ഇവിടുന്ന് സ്ഥലം മാറിപ്പോയി. അത് അണക്കരയ്ക്കാണ് പോയത്. കട്ടപ്പന കഴിഞ്ഞിട്ട് അണക്കരയിൽ. അവിടെ നിന്ന് ആ ഓഫീസിലും ഇതുപോലെ തന്നെ നന്നായിട്ട് വർക്ക് ചെയ്തിരുന്നു ഞാൻ. ആ ഓഫീസിൻ്റെ ഒരു സ്നേഹാംഗീകാരം എനിക്ക് ആ ഓഫീസിൻ്റെ മേലധികാരി എനിക്ക് തന്നു. അതാണിത്. കുമ്മളി വണ്ടിപ്പെരിയാർ, അവിടെ ഞാൻ ജോലി ചെയ്തിരുന്നു. അവിടെ എനിക്ക് ജോലി ചെയ്ത് ഇതുപോലെ തന്നെ എന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഞാൻ ഏറ്റവും ഭംഗിയായി ചെയ്യുന്നതിലും അവിടെയും ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തു. അതുപോലെ തന്നെ ആ എനിക്കൊരു വേറൊരു സമ്മാനം എനിക്ക് തരികയുണ്ടായി. എനിക്കൊരു മഗ്ഗാണ് തന്നത്. എൻ്റെ ഫോട്ടോ പ്രിൻ്റ് ചെയ്ത ഒരു മഗ്ഗ്. പശ്ചാത്തലത്തിൽ ഇതായി കാണുന്നുണ്ടോ, ഇതാണ് വണ്ടിപ്പെരിയാർ സെഷൻ ഓഫീസ്. പിന്നെ എനിക്കിത് ഞാൻ കുന്നംകുളം, തൃശ്ശൂർ അപ്പുറം കുന്നംകുളത്ത് ഞാൻ ചെന്നിരുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഞാൻ ജോലി ചെയ്തു. അവിടെ ജോലി ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സർക്കാർ ഓഫീസുകളിൽ ഈ ഹരിത ഓഫീസുകളാക്കുക എന്നുള്ള ഒരു കർമ്മപദ്ധതി ഗവൺമെൻറ് നടത്തിയിരുന്നു. അതിൻ്റെ ചുമതല എനിക്കായിരുന്നു. അങ്ങനെ ഞാൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ചില റിസ്ക്കാണ്. അത് നന്നായിട്ട് ചെയ്തതിന് എനിക്ക് തൃശ്ശൂർ ആകാശവാണിയുടെ ഒരു എൻ്റെ ശബ്ദ സന്ദേശം അവർ റെക്കോർഡ് ചെയ്ത് അവർ സംപ്രേഷണം ചെയ്യുകയുണ്ടായി. അത് തൊടുപുഴ ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്ന് എനിക്ക് ഒരു പ്രത്യേക സമ്മാനം എനിക്ക് തരികയുണ്ടായി. അതാണ് ഈ മൊമെൻറ്റം. വളരെയധികം ഭംഗിയുള്ളൊരു മൊമെൻറ്റം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കുറേ സർട്ടിഫിക്കറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ എടുത്ത് കാണിക്കാൻ സമയമില്ല. ഈ മുകളിലിരിക്കുന്ന കുറച്ച് മറ്റ് അവാർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ നോട്ടുമാല, എൻ്റെ നാട്ടിൽ നിന്ന് എനിക്ക് നോട്ടുമാല കിട്ടിയിട്ടുണ്ട്. അത് നല്ല സേവനത്തിന് വേണ്ടി ഒരു സർക്കാർ ജീവനക്കാരന് കിട്ടുന്ന ഒരു അംഗീകാരമാണ് ഒരു നോട്ടുമാല കിട്ടുക എന്നുള്ളത്. അതിന് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എടുത്ത് കാണിക്കാനുള്ള സമയമില്ല. അപ്പോൾ
അവിടെ നിന്ന് കിട്ടിയ ഒരു മൊമെൻറ്റമാണിത്. പിന്നെ കൂടാതെ ഇത് വണ്ണപ്പുറത്ത് ഞാൻ ജോലി ചെയ്തു. വണ്ണപ്പുറം ഓഫീസിൽ നിന്നാണ് ഞാൻ വിരമിക്കുന്നത്. അവിടുത്തെ സ്റ്റാഫുകളും എല്ലാവരും കൂടെ കൂടി എനിക്ക് തന്ന മറ്റൊരു മൊമെൻ്റാണിത്. ഇതാ ആ ഓഫീസിൽ നിന്നും എൻ്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ സ്റ്റാഫുകളെല്ലാം കൂടി എടുത്തത്, അതും എനിക്ക് ഈ ഓഫീസിൽ നിന്ന് തന്നൊരു സമ്മാനമാണ്. പിന്നെ എൻ്റെ വണ്ണപ്പുറത്തുള്ള സ്റ്റാഫും അവിടുത്തെ ഓഫീസറും എല്ലാവരും കൂടി തന്ന ഒരു സ്വർണ്ണ സമ്മാനമാണിത്. ഗോൾഡ് കോയിനാണ്. ഇത് കാണിച്ചു തരാം. ഇതാണ് ആ ഗോൾഡ് കോയിൻ. ഇതാണ് ആ ഗോൾഡ് കോയിൻ. അപ്പോൾ ഇതോടെ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. വീണ്ടും അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.